ഇതുപോണൊക്കെ ഒരു ഡ്രിൽ സ്റ്റാൻഡ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ? ഇതിനായിട്ട് ഞാനിവിടെ ഒരു ആംഗ്ലർ എടുത്തിട്ടുണ്ട്. ഈ ആംഗിളിനകത്തോട്ട് ഈ 1:1 സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഞാൻ ഇതുപോണൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആംഗ്ലർ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ആംഗ്ലർ ഞാൻ 4 ഇഞ്ച് നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്ക്വയർ ട്യൂബിൻ്റെ മുകളിലോട്ട് ഇതുപോണൊക്കെ വെച്ച് കൊടുക്കാം. ഇത് ഈ സ്ക്വയർ ട്യൂബ് കറക്റ്റായിട്ട് മുറുകിയിരിക്കാൻ വേണ്ടി ഞാൻ വൈസൂരി ടൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ആംഗ്ലർ രണ്ട് നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ആംഗ്ലർ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇതുകൊണ്ടൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ ഹോളിന് മുകളിലിട്ടൊരു 10ൻ്റെ നട്ടൂടെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുകൊണ്ടൊരു ബോൾട്ടും ഒരു ഫ്ലാറ്റ് പീസും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് പീസ് നമുക്ക് ഈ ബോൾട്ടിൻ്റെ മുകളിലോട്ട് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലോട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നട്ടും ബോൾട്ടും ഇതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മോട്ടറായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഇതുകൊണ്ട് എൻ്റെ ഇരുന്നൊരു പഴയ ഡ്രില്ലിംഗ് മെഷീനാണ്. ഇനി ഇതുകൊണ്ട് ഒരു ഫ്ലാറ്റ് പീസിൽ 2 ഷേപ്പ് ചെയ്യാൻ പറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂലയ്ക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മെഷീനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഹോൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഈ മെഷീനിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുകൊണ്ട് ഒരു സ്ക്വയർ ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെച്ച് ഫ്ലാറ്റ് പീസിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് നേരെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുകൊണ്ട് 2 ഫ്ലാറ്റ് പീസുകൾ ഒരേ അളവിൽ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുകൊണ്ട് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത 2 സ്ക്വയർ പീസുകളും ഒരു സ്ക്വയർ ട്യൂബിലോട്ട് കയറ്റിയിടാം. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട് 2 10ൻ്റെ ബോൾട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്കൊരു സ്പ്രിംഗ് ലോക്ക് ചെയ്തിടാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ 2 നട്ടും ബോൾട്ട് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തത്. ഇനി ആ ചെറിയ പീസിൻ്റെ സൈഡിലോട്ട് നമുക്കൊരു വലിയ ബോൾട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നേരെ തന്നെ നമുക്ക് വലിയ പീസിലും ബോൾട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ഫ്ലാറ്റ് പീസ് ഞാൻ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഹോൾ വിട്ടെടുത്തിട്ടുണ്ട്. ആ ഹോളിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് മുകളിലായിട്ട് ഞാൻ ഒരു ബോൾട്ടൂടെ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ബോൾട്ടിൻ്റെ മുകൾ വശം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത വലിയ ഷേപ്പിൻ്റെ അതേ അളവിൽ ഒരു സ്ക്വയർ ട്യൂബ് കട്ട് ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് അളവിൽ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ മോട്ടോർ വെക്കാൻ ഉണ്ടാക്കിയെടുത്ത ഹോൾഡറോട് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഫൈനൽ ഷേപ്പ് കണ്ട് ഇങ്ങനെയാണ്. ഇനി ഞാൻ എൻ്റെ സ്റ്റാൻഡ് നിർമ്മിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഞാൻ ഒരു ബോക്സ് ഷേപ്പിൽ 4 സ്ക്വയർ ട്യൂബ് വെൽഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 16 ഇഞ്ച് നീളമുള്ള ഒരു സ്ക്വയർ ട്യൂബ് എടുത്തിട്ട് കറക്റ്റ് നേരെ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളഞ്ഞും തിരിഞ്ഞൊന്നും പോകാൻ പാടില്ല, കറക്റ്റ് നേരെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇതിന് ഞാൻ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനായിട്ട് ഞാൻ ഒരു തടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ തടി ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്താലും മതി. ഈ തടി ഞാൻ ഇതേ സെൽഫ് സ്ക്രൂ അടിച്ചാണ് ഉറപ്പിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റാൻഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഹാൻഡിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ആകാൻ പാടില്ല, ഹാൻഡിലിനൊരു പ്ലേ വേണം. ഇനി ഈ ഹാൻഡിലും മോട്ടോർ ഹോൾഡറോടെ നമുക്ക് ഇതൊരു ഷാഫ്റ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ പീസ് നമുക്ക് ആവശ്യമുള്ള അളവിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ലിവറെ പിടിച്ച് മുകളിലോട്ടും താഴോട്ടും ആക്കാൻ നേരത്ത് ഈ മോട്ടോർ ഹോൾഡർ മുകളിലോട്ടും താഴോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ആ സ്പ്രിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോട്ടോർ ഹോൾഡർ പൊങ്ങി വരും. ഇനി ഈ മോട്ടറോടെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിലോട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. മുകളിലത്തെ ഒരു നട്ട് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ അവിടെ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും. മോട്ടറിൻ്റെ വയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നട്ട് വെൽഡ് ചെയ്ത് അതിലിട്ട് കേബിൾ ടൈറ്റ് ടൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് വീഡിയോയുടെ ഭാഗമായിട്ട് കമ്പിയും കാര്യങ്ങളൊക്കെ ഒത്തിരി കിഴിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വുഡും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ട്രേറ്റ് ലൈനിൽ കിഴിക്കാൻ പറ്റും, ബിറ്റൊടിഞ്ഞ് പോവാതെ. ഇനി ഇതിനകത്ത് പെയിൻ്റൊക്കെ അടിച്ചാൽ ഒന്നുകൂടെ വൃത്തിയാവും. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.